ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ആകെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഫസ്റ്റ് ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. സൺഡേ ആണ്, എനിക്ക് വർക്കില്ല. ഇപ്പോൾ ഞാൻ 10 മണിയായി എണീറ്റപ്പോൾ. അത് കുഴപ്പമില്ല, ഇന്നലെ രാത്രി കിടന്നപ്പോൾ തന്നെ 3 മണിയായി. രാവിലെ 3 മണിയായി. അപ്പം ഞാൻ എണീറ്റപ്പോൾ ബെറ്ററാണ്. ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ബെറ്ററായി. ഇന്നലെ ഞാൻ 11:15 എണീറ്റത്. ഇന്ന് ഞാൻ 10 മണിക്ക് എണീറ്റു. അപ്പം ഞാൻ എണീറ്റ ഉടനെ ചെയ്തെന്ന കാര്യം, ആദ്യം ഞാൻ ഫേസ് നല്ലോണം വാഷ് ചെയ്യും. ആദ്യം ബ്രഷ് ചെയ്യും, എന്നിട്ട് ഞാൻ ഫേസ് നല്ലോണം വാഷ് ചെയ്യും. ഞാൻ ഫേസ് വാഷ് ആയിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോയുടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഡെർമാക്കോയുടെ ഈ 2 ഫേസ് വാഷാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല എഫക്റ്റീവാണ്. ഇത് ഞാൻ H&G ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ പോയപ്പോഴത്തേക്ക് ബൈ 1 get 1 ഫ്രീ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി. പക്ഷെ രണ്ടും നല്ല ഫേസ് വാഷാണ്. ഇത് 1% കോജിക് ആസിഡ് ഡെയിലി ഫേസ് വാഷാണ്. ഇതെന്ന് പറയുന്നത് ഡാർക്ക് സ്പോട്ട് ആൻഡ് പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഡാർക്ക് സ്പോട്ട് കുറേ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് മുമ്പ് ഇവിടെ ഈ സൈഡിൽ ഇപ്പോഴും ഉണ്ട് ഇത്, പക്ഷെ ഇത് നല്ല ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ എല്ലാം ഫുൾ നല്ല ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലോണം ഡാർക്ക് സ്പോട്ട്സ് എല്ലാം പോയിട്ടുണ്ട്. ഇത് 1% കോജിക് ആസിഡ് ഉണ്ട്, 1% നയാസിനമൈഡ്. ഐ ട്രസ്റ്റ് നയാസിനമൈഡ് സെറം ഫേസ് വാഷ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഈ മുഖത്ത് ഡാർക്ക് സ്പോട്ട്സ് എല്ലാം പോയത്. പിന്നെ ആൽഫ ആബുട്ടിനുണ്ട്, ഇത് പിഗ്മെൻറ്റേഷൻ ഉള്ളതാണ്. ഓക്കെ, അങ്ങനെ ഇത് നല്ല എഫക്റ്റാണ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെയും വൈകിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഏക്നെ ഏതെങ്കിലും ന്യൂ ഏക്നെ എല്ലാം വരുന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് 2% സാലിസിനമൈഡ്. ഇതിൽ സാലിസിലിക് ആസിഡ് ആൻഡ് നയാസിനമൈഡ് ഉണ്ട്. ഇതാണ് ആൻറ്റി ഏക്നെ ഫേസ് വാഷ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് പുതിയ ആക്നെ എല്ലാം വരുമ്പോഴത്തേക്ക് ഞാൻ ഡെയിലി ഇത് 2 നേരം യൂസ് ചെയ്യും. അപ്പോൾ ആക്ച്വലി ഇത് എനിക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ മെനിങ്ങന്ന് എനിക്ക് ഇവിടെ 2 കുരുവുണ്ടായിരുന്നു. ഇത് ഞാൻ 2 ദിവസം യൂസ് ചെയ്തതേ ഉള്ളൂ, പോയി. അത്രയ്ക്ക് എഫക്റ്റീവാണ് ഇത് രണ്ടും. ഇത് ബൈ 1 get 1 ഫ്രീ കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് ഞാൻ വീട്ടിലൊന്ന് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇത് ഒരു ജെൽ ടൈപ്പ് ടെക്സ്ചറാണ്. അപ്പോൾ എനിക്ക് ജെൽ ടൈപ്പ് അത്ര എനിക്ക് നല്ല ഫോം ആവുന്ന ടെക്സ്ചറാണ് ഇഷ്ടം. ഇത് നല്ല ഫോം ആവുന്ന ടെക്സ്ചറാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് ഫേസ് വാഷ്. ആദ്യം ചെയ്യുന്ന തന്നെ ഈ ഫേസ് വാഷ് ഇട്ട് മുഖം നല്ലതായിട്ട് കഴിയുമ്പോൾ ഫേസ് നല്ല ക്ലീൻ ചെയ്യും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും സെറം യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ഇതാണ് ഞാൻ ഇപ്പോൾ. പക്ഷേ സെറവും മോയ്സ്ചറൈസറൊന്നും യൂസ് ചെയ്യില്ല, കാരണം എനിക്ക് വേറെ പരിപാടിയാണ്. ഒരു ഫേസ് പാക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് യൂസ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. പക്ഷേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആണ്. ഓട്സ് വിത്ത് പൊമഗ്രനേറ്റ് ആൻഡ് ഡേറ്റ്സ്. പാൽ ആഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പാൽ വാങ്ങാൻ ഞാനിന്ന് പോയില്ല. പാൽ വാങ്ങണമെങ്കിൽ ഞാൻ 7 മണിക്ക് എണീക്കണം. 10 മണിക്ക് എണീറ്റ് ഞാൻ എങ്ങനെ പാൽ മേടിക്കാൻ പോകും? പിന്നെ കടയിൽ പോയ പാൽ കിട്ടും, പക്ഷേ പുറത്തിറങ്ങാൻ മടിയാണ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഓട്സ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഓക്കെ, എൻ്റെ ഓട്സ് റെഡിയായി. ഇതാണ് ഞാൻ കഴിക്കുന്നത്. ഇതിൽ ഓട്സ് ഞാൻ പിന്നെ പൊമഗ്രനേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഡേറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉപ്പും ഷുഗറൊന്നും ഇട്ടിട്ടില്ല. ഇടാതെ കഴിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ടേസ്റ്റ് ഒന്നും കാണത്തില്ല, പക്ഷേ ഹെൽത്തിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഫേസ് പാക്ക് ടൈം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോൺ ഔട്ടായി പോകുന്നുണ്ട്. പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇടയ്ക്ക് റീൽസ് നോക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ 2 മണിക്കൂർ റീൽസ് നോക്കി. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ടൈം വേസ്റ്റ് ആവുന്നുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒറ്റ സ്ട്രെച്ചിൽ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, പിന്നെ സോൺ ഔട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് പാക്കിലോട്ട് കിടക്കാം. ഫേസ് വാഷ് അല്ല, ഫേസ് പാക്ക്. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തത്, ഇപ്പോൾ പിമ്പിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാലിസിനമൈഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നില്ല. കോജിക് ആസിഡ് ഡെയിലി ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. എന്നിട്ട് നമ്മൾ ഫേസ് ടവൽ വെച്ചിട്ട് തുടക്കും. ഞാനിങ്ങനെ ഡാബ് ചെയ്യുള്ളൂ. ഇങ്ങനെ നമ്മൾ തുടയ്ക്കാൻ പാടില്ല ഫേസിനെ. ഞാൻ മുമ്പൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു റഫായിട്ടുള്ള ടവലൊക്കെ എടുത്തിട്ട് ഇങ്ങനെയാണ് തേച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫേസിനൊരു ടവൽ വേണം. എനിക്ക് ഫേസിന് വേണ്ടി മാത്രമായിട്ട് 2 ടവൽസ് ഉണ്ട്. ഇതാണ് ഒരു ടവൽ, ഫേസ് ടവൽ. ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യാവൂ. വാട്ടർ നമ്മളിങ്ങനെ അബ്സോർബ് ചെയ്ത് ചെയ്യിപ്പിച്ചെടുക്കണം ടവൽ വെച്ചിട്ട്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ചുമ്മാ ഇങ്ങനെ ഡാബ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ക്ലീനായി. ഇനി നമുക്ക് ഫേസ് പാക്ക്. ഞാൻ ഏത് ഫേസ് പാക്കാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്ക് വെച്ച് വൈറലായ ഒരു ഫേസ് പാക്കാണ്. ഫോക്സ്
ഫോക്സ് ടെയിലിൻ്റെ സ്കിൻ റേഡിയൻസ് മാസ്ക്. എല്ലാവർക്കും അറിയാമായിരിക്കും ഇത്. ഓക്കെ, ഇത് പർപ്പിൾ ക്ലേ മാസ്ക് ആണ്. ഇതിങ്ങനെ തുറക്കുമ്പോൾ ഒരു സ്പൂൺ കിട്ടും. ഇത് ഞാൻ കുറേ യൂസ് ചെയ്ത് തീരാറായ സംഭവമാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാനിങ്ങനെ മടിയായതുകൊണ്ട് സ്കിൻ കെയർ ഇല്ല, ഫുഡ് നേരെ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ കുറേ നാളായി യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇതാണ് പർപ്പിൾ ക്ലേ മാസ്ക്. ആക്ച്വലി എൻ്റെ ഡ്രസ്സ് ഇത് മാച്ചാണ്. ഓക്കെ, ഇത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്ത്. ഞാൻ ഇത്ര എടുത്തു, ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. പക്ഷെ ഇത് നല്ല ഇതാണ്, യൂസ്ഫുള്ളാണ്. എനിക്കിങ്ങനെ സ്കിൻ ഇത് നന്നായിട്ട്, ഇത് നല്ല കൂളായിട്ടിരിക്കും നമ്മുടെ ഫേസ്. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഈ മാസ്ക്, ഈ റേഡിയൻ മാസ്ക്, പർപ്പിൾ ക്ലേ മാസ്ക് ഇടണം. അപ്പോൾ ഇത് നല്ല കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് മുഖത്തിന്. സാധാരണ എല്ലാവരും കഴുത്തിൽ, മുഖത്ത് എന്തിടുന്നോ അത് കഴുത്തിലിടാൻ പറയാറുണ്ട്. പക്ഷെ എനിക്ക് കഴുത്തിലിടാൻ ഐ ഡോണ്ട് ലൈക്ക്. ബിക്കോസ് അത് ഡ്രസ്സിലാവും, പിന്നെ അത് മെസ്സാവും, പിന്നെ അത് കഴുകുമ്പോൾ തന്നെ നല്ല മെസ്സാവും. പക്ഷെ നിങ്ങളിടണം, എല്ലാവരും ഇടണം എന്നാണ് പറയുന്നത്. എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഇടത്തില്ല. നമുക്ക് അടച്ചു വയ്ക്കാം. നോക്ക്, ഇത് ഓൾമോസ്റ്റ് ഇത് തീരാറായി. ഞാൻ ഇത്ര യൂസ് ചെയ്തു, തീരാറായില്ല. ഇനി ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്തില്ല. ഇത് നല്ല മടിയായിരുന്നു. ബേസിക്കലി ഞാൻ ഒന്നും അപ്ലൈ ചെയ്തില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളുണ്ടല്ലോ, കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ മറ്റേ അങ്ങാടിക്കടയിലൊക്കെ കിട്ടും, ഞങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടും. അത് അവിടെ നിന്ന് കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ മുഖത്തിടാൻ വരെ ഒന്നും വേണ്ട, ഞാൻ അത് തന്നെ ഇട്ടുള്ളൂ. അപ്പോൾ ടാനും പോവും, എല്ലാം പോവും, സ്കിൻ ക്ലിയർ ആവും, ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറും. അങ്ങനെ കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ ഞാൻ വേറെ ഒന്നും എടുത്തില്ല, ഇതുപോലും ഞാൻ എടുത്തില്ല. പക്ഷെ ഇത് കൊള്ളാം, തേച്ച് കൊടുക്കാം. നല്ലോണം തേച്ച് കൊടുക്കാം. നല്ല മുഖത്ത് നല്ല കൂളിംഗ് എഫക്റ്റ് വരുന്നുണ്ട്. നല്ല കൂളായി മുഖം. എൻ്റെ മുഖം ഇത്രയും ചൂടായിട്ടിരിക്കുന്നതെന്ന് എനിക്ക് ഇട്ടപ്പോഴാണ് മനസ്സിലായത്. നെറ്റിയിലൊക്കെ ഇവിടെയാണ് ഡാർക്ക് സ്പോട്ട്സ് കൂടുതലുള്ളത്. ഇത് സംഭവം ഡാർക്ക് സ്പോട്ട്സ് ഫേഡാക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് നമ്മൾ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് ഇട്ടിട്ട് നമ്മൾ കഴുകി കളയുമ്പോഴത്തേക്കും മുഖം നല്ല സോഫ്റ്റ് ആവും, കുറച്ച് ബ്രൈറ്റ് ആയ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ മുഖം ബ്രൈറ്റ് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഇത് സഹായിക്കും. ഇതൊരു പെട്ടെന്നൊരു ഞാനിപ്പോൾ ഇട്ടിട്ട് തന്നെ കുറേ കാലമായി. പക്ഷെ ഇതിപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ ഇത് ഇട്ടിട്ട് മുഖം കഴുകി കഴിയുമ്പോഴത്തേക്കും നല്ല ചേഞ്ച് ആയിരിക്കും നമുക്ക്. ഓക്കെ, ഇട്ടു. കഴുത്തിലും കൂടെ ഇടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ എനിക്ക് മെസ്സി ആക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഓക്കെ, നല്ലോണം എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ തേക്കുക. ഞാൻ മുമ്പ് ഇങ്ങനെ ഐസ് ഇട്ട് മുഖം ഇങ്ങനെ മസാജ് ചെയ്യുന്നു. അപ്പം മസാജ് ചെയ്ത ഭാഗത്ത് മാത്രം ഇങ്ങനെ ടാൻ എല്ലാം പോയി ഇങ്ങനെ ഇരിക്കും. അപ്പം എനിക്ക് മനസ്സിലായി മസാജിൻ്റെ ഒരു ഐസിൻ്റെയും മസാജിൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി. ഇത് നമുക്കൊരു കാര്യം ചെയ്യും, ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഐസ് വെച്ച് വാഷ് ചെയ്യാം. ഐസ് വെച്ച് മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നല്ലോണം മസാജ് ചെയ്ത് തേച്ച് വെച്ചു. അതെ, ഇവിടെയും കൂടി കുറച്ച് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ മാത്രം കളർ ഡിഫറൻസ് വരത്തില്ലേ. അങ്ങനെ നല്ലോണം ഇത് ഫെയർ ആവും എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് ബ്രൈറ്റ് ആവും, ഒന്ന് ചേഞ്ച് വരും എന്തായാലും. ഞാനിപ്പോൾ
നാട്ടിൽ പോയിട്ടൊക്കെ ഇവിടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നല്ല ടാൻ അടിച്ചാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്താണ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കസ്തൂരി മഞ്ഞൾ കൊണ്ടുവരാൻ വേണ്ടി മറന്നു. അതാണ് എൻ്റെ എല്ലാത്തിൻ്റെ സൊല്യൂഷൻ. പിമ്പിൾസ് വന്നാലും ഡാർക്ക് സ്പോട്ട്സ് വന്നാലും മുഖത്തിന് ടാൻ വന്നാലും എല്ലാത്തിനും എൻ്റെ സൊല്യൂഷൻ മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞളാണ്. പക്ഷേ അത് ഞാൻ ലാസ്റ്റ് ടൈം കൊണ്ടുവരാൻ മറന്നുകൊണ്ട് എനിക്ക് വേറെ ടാൻ അടിച്ചിരിക്കുന്ന മുഖത്ത് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ മാസ്കാണ് യൂസ് ചെയ്തത്. പക്ഷെ പെട്ടെന്ന് സ്കിൻ ബ്രൈറ്റർ ആയ പോലെ എനിക്ക് തോന്നിയതല്ല, സ്കിൻ ബ്രൈറ്ററായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ല യൂസുള്ള സാധനമാണ്, ടാൻ പോകാനും യൂസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ. ഓക്കെ, ഇതിടുമ്പോൾ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ പറയാനായിട്ടുണ്ട്, മറ്റേ താനോസിനെ പോലെ ആയല്ലോ എന്ന് പറയാറുണ്ട്. താനോസിനെ പോലെ ആയില്ലേ? ഓക്കെ, ഇത് നമുക്ക് എക്സാക്ട് ഞാൻ 15 minutes ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇവരെത്രയാണ് പറയുന്നത്? 10 to 15 minutes തന്നെയാണ് ഇവരും പറയുന്നത്. അപ്ലൈ തിക്ക് ലെയർ ഈവൻലി ഓൺ ടു ക്ലീൻ ഡ്രൈ സ്കിൻ. ഓക്കെ, നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കിയ തുടച്ച ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലോട്ട് നമ്മളിത് അപ്ലൈ ചെയ്തു. തിക്ക് ലെയർ അപ്ലൈ ആണ്. ലീവ് ഇറ്റ് ഓൺ 10 to 15 minutes. 10 to 15 minutes നമ്മൾ ഞാനിത് ഡ്രൈ ആകുമ്പോഴത്തേക്ക് 10 to 15 ഒരു 15 minutes മുമ്പേ ഇത് ഡ്രൈ ആകും. അപ്പോൾ തന്നെ ഞാൻ കഴുകി കളയാനാണ് എൻ്റെ ഉദ്ദേശം. വാഷ് വിത്ത് ലൂക്ക് വാം വാട്ടർ നമുക്ക് പൈപ്പിലാണ് 2 to 3 times a week യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് യൂസ് ചെയ്തിട്ട് പോകുന്നത് കൂടുതലായെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല യൂസുള്ള സാധനമാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് ഞാൻ വരാം. ഉണങ്ങുമ്പോൾ ഉള്ള ഒരു രൂപം ഞാൻ കാണിച്ചു തരാം. ഇപ്പം തന്നെ തനോസിനെ പോലെ കുറച്ചുകൂടി തനോസിനെ പോലെ ആവും. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും ആ കൂളിംഗ് എഫക്റ്റ് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഡ്രൈ ആയി. ഇത് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഇത് വാഷ് ചെയ്ത് കളയാം. ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ആദ്യം മസാജ് ചെയ്യാം, എന്നിട്ട് നല്ല ഐസ് കോൾഡ് വാട്ടർ വെച്ച് വാഷ് ചെയ്ത് കളയാം. ഇതിൻ്റെ കൂൾനെസ്സും ഐസിൻ്റെ കോൾഡും കൂടിയാകുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഓക്കെ, ഞാൻ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള സമയത്ത് കുറച്ചുകൂടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടാനെല്ലാം പോട്ടെ. ഇത്രയും ചെയ്തു നമ്മൾ. അപ്പോൾ ഞാൻ ഫുൾ വാഷ് ചെയ്തു. അത് ഐസിട്ട് മസാജ് ചെയ്തു, എന്നിട്ട് കോൾഡ് വാട്ടറിൽ ഞാൻ വാഷ് ചെയ്തു. ഡ്രൈ ആക്കി എടുക്കാം. കുറച്ച് എന്തോ ഒരു ചെറിയ വ്യത്യാസം പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, സ്കിൻ ബ്രൈറ്റ് ആയില്ലേ? ഓക്കെ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ടൈം കഴിഞ്ഞു. സക്സസ്ഫുള്ളായി. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിൻ തൊട്ട് വെക്കുമ്പോഴത്തേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞു. നമ്മൾ വേറൊരു കാര്യം, സ്കിൻ കെയറിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മൾ ഡെയിലി 3 liters ഓഫ് വാട്ടർ കുടിക്കണം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് 3 liters കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതും ഒരു ഇമ്പോർട്ടൻറ്റ് സ്കിൻ കെയറിൽ വരുന്ന സാധനമാണ്. ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ് ഞാൻ മുഖമൊക്കെ നല്ല ഡ്രൈ ആയിട്ട് എടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് 2% ഗ്ലൂട്ടാത്തയോൺ ഫേസറാണ്, ഡെർമക്കോയുടെ ആണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഇതാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇത് ഭയങ്കര നൈസായിട്ടുള്ള ടെക്സ്ചറാണ്. നമ്മൾ നയാസിനമൈഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് നല്ല കട്ടിയുള്ള ടെക്സ്ചറാണ്. ഇത് ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിച്ചിടണം, അല്ലെങ്കിൽ ഇത്
ഇതൊരു വാട്ടറി ടെക്സ്റ്ററാണ് കേട്ടോ, സൂക്ഷിച്ചിടണം അല്ലെങ്കിൽ ഇതെല്ലാം പോവും, താഴെ പോവും. പിന്നെ കുറച്ച് എടുക്കുന്നുള്ളൂ. ഓക്കെ, താഴെ പോണതിന് മുമ്പ് നമ്മളിതെല്ലാം തേക്കണം. ഓക്കെ, ഓക്കെ. നല്ലോണം മസാജ് ചെയ്തു, നല്ലോണം സ്കിന്നിലോട്ട് അത് ഇറങ്ങട്ടെ. ഓക്കെ, ഇപ്പോൾ ഗ്ലൂട്ടാതയോൺ സെറം തേച്ചെടുത്തു. അടുത്തത് മോയ്സ്ചറൈസർ, എൻ്റെ ഡെയിലി മോയ്സ്ചറൈസറാണ്, അക്വാളജിക്ക ഹൈഡ്രോജൽ മോയ്സ്ചറൈസർ. ഇത് അടിപൊളിയാണ്. ഓക്കെ, ഇതെന്നെ സ്കിന്നിന് നല്ല സ്യൂട്ടായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. നമ്മളെപ്പോഴും സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടേത് സ്കിൻ ടൈപ്പിന് ചേർന്നതാണോ എന്ന് നോക്കണം. എൻ്റെത് ഓയിലി സ്കിന്നാണ്, ഓയിലി സ്കിന്നിനുള്ളതാണ് ഈ മോയ്സ്ചറൈസർ. സോ ദിസ് ഈസ് സോ കംഫർട്ടബിൾ. ഓക്കെ, ഓക്കെ, നല്ലോണം തേച്ച് കൊടുക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഗ്ലൂട്ടാതയോൺ സെറം തേച്ചു, അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഓക്കെ, അയ്യോ ഇപ്പം പിന്നെ ഓക്കെ, നമ്മുടെ ഇന്നത്തെ സ്കിൻ കെയർ അവസാനിച്ചിരിക്കുന്നു. ഇനി നൈറ്റ് റുട്ടീൻ മാത്രമേ ഉള്ളൂ. ഇനി എന്താണ്, ഇനി ലഞ്ച് കഴിക്കണം, പിന്നെ കുറച്ച് റീഡിങ്സ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ തൊട്ട് എനിക്ക് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇനി ഇതേപോലെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ തൊട്ട് അടുത്ത സാറ്റർഡേ വരെ എനിക്ക് നല്ല തിരക്കായിരിക്കും. പിന്നെ ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് 2 ദിവസം നിന്ന് വീഡിയോ എല്ലാം എടുത്തു. ഇതെൻ്റെ പ്ലാനിങ് ബുക്കാണ്. അപ്പോൾ നാളെ തൊട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇതിലെഴുതി വെക്കും. റൊട്ടീൻസ് കറക്റ്റായിട്ട് നാളെ മുതലെങ്കിലും ഞാൻ രാവിലെ എണീക്കാനും എല്ലാം ശ്രമിക്കും. അതെല്ലാം ഞാൻ ഇവിടെ ടൈം ടേബിൾ പോലെ ഞാൻ ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ലഞ്ച് കഴിക്കണം, പിന്നെ ബുക്ക് വായിക്കണം, ഇതൊക്കെയുള്ള പരിപാടി. ഈ ബുക്കാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്, കൊളിൻ ഹേറിൻ്റെ റിഗ്രറ്റിംഗ് യു. ഓക്കെ, ഇത് ഇന്ന് വായിച്ച് ഫിനിഷ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊരു പാതിയായിട്ടില്ല, ഇത്ര ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇന്നിരുന്ന് ഫുൾ വായിച്ച് തീർക്കണം. ഓക്കെ ഗായ്സ്, അത്രയേ ഉള്ളൂ. അപ്പം ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ പോയിന്റ് വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ, ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.